അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ബാബ ഇന്ന് നേരത്തെയാണല്ലോ. അതെ, ഇന്ന് എന്റെ ജോലി നേരത്തെ തീർന്നു. ദിവസവും ബാബയുടെ ജോലി നേരത്തെ തീരാൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. വളരെ നല്ലത്. അമീർ, നീ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ ഹോംവർക്ക് എല്ലാം ചെയ്തു തീർക്കുകയായിരുന്നു. ഇനി TV കണ്ടാലോന്ന് ആലോചിക്കുക. ദാറ്റ് ഈസ് ഗുഡ്. എന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. വേണ്ട ബാബ, എനിക്ക് TV കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് കഥകൾ കേട്ടാൽ മതി ബാബ. മാഷാ അല്ലാ, പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പഠിക്കേണ്ടത് പ്രധാനമാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനാകും. അത് സത്യമാണ്. സത്യത്തിൽ എന്റെ കൂട്ടുകാർക്കും പ്രവാചകന്മാരുടെ കഥകൾ ഇഷ്ടമാണ്. ആ, നീ ഈ കഥകൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായും ഞാൻ പറയാറുണ്ട്. പ്രവാചകന്മാരുടെ കഥകൾ പറയാൻ അവരെപ്പോഴും ആവശ്യപ്പെടും. ഇന്റർവെൽ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. മാഷാ അല്ലാ, നീ മിടുക്കനായൊരു കുട്ടിയാണ്. ഇന്ന് എനിക്ക് മറ്റൊരു നബിയുടെ കഥ പറഞ്ഞു തരാമോ? ഇൻഷാ അല്ലാ, ശരി, പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ആരുടെ കഥയാണ് പറഞ്ഞു തന്നത്? ഇന്നലെ ബാബ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥയാണ് പറഞ്ഞു തന്നത്. അടുത്തതായി ഞാൻ ഇസയ്യ നബിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. നീ ശ്രദ്ധിച്ചു കേൾക്കണം. അതാരാണ് ബാബ? ദാവൂദ് നബിയുടെ കാലശേഷം ജീവിച്ചിരുന്ന പ്രവാചകനാണ് അദ്ദേഹം. ഈസാ നബി ജനിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പ്രവചിച്ചവരിൽ ഒരാളാണ് ഇസയ്യ നബി അലൈഹിസ്സലാം. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ബിസ്മില്ലാ. ഹസ്കിയ രാജാവ് ഭരണാധികാരിയായിരുന്ന കാലത്താണ് ഇസയ്യ നബി ജീവിച്ചിരുന്നത്. ഹസ്കിയ ഒരു നല്ല രാജാവായിരുന്നു. അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു. പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുകയും പ്രവാചകനിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നല്ല ഒരു രാജഭരണത്തിന് കീഴിൽ രാജ്യം സമൃദ്ധമാവുകയും ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഒരു ദിവസം രാജാവ് കാലിന് അസുഖം ബാധിച്ച് കിടപ്പിലായി. ഈ സമയത്താണ് ഞെട്ടിക്കുന്ന ആ വാർത്ത കേട്ടത്. ഒരു ദൂതൻ കൊട്ടാരത്തിൽ ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ബാബിലോണിലെ രാജാവായ സീനാരിബ് നമ്മെ ആക്രമിക്കാൻ വരുന്നു. അത് സത്യമായിരുന്നു. ദുഷ്ടനായ രാജാവ് സീനാരിബ് തന്റെ 6000-ഓളം വരുന്ന സൈന്യവുമായി ഇസ്രായേലിനെ സമീപിക്കുകയായിരുന്നു. ഈ വാർത്ത കേട്ട് രാജാവ് വിഷമിച്ചു. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, സീനാരിബിനെയും സൈന്യത്തെയും കുറിച്ച് എന്താണ് അല്ലാഹു വെളിപ്പെടുത്തിയത്? അല്ലാഹു ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല, പ്രവാചകൻ പറഞ്ഞു. രാജാവ് സങ്കടപ്പെട്ടു. യുദ്ധം ചെയ്യേണ്ടി വന്നാൽ സുഖമില്ലാത്ത കാലുമായി പൊരുതാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ആ രാത്രിയിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലാഹുവിൽ നിന്നൊരു വെളിപ്പെടുത്തലുണ്ടായി. ഈ സന്ദേശം രാജാവിനെ അറിയിക്കാൻ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയി. ഹസ്കിയയുടെ മരണം അടുത്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഒരു പിൻഗാമിയെ നിയമിക്കണം എന്നും അല്ലാഹു പ്രവാചകനോട് പറഞ്ഞതായി പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു. പ്രവാചകൻ ഇത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ രാജാവ് ഖിബലയിലേക്ക് തിരിഞ്ഞു. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോകനാഥനായ അല്ലാഹുവേ, ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായി നിനക്കറിയാം. എന്റെ രഹസ്യവും പരസ്യവുമെല്ലാം നിന്നോടൊപ്പമാണ് എന്നദ്ദേഹം പ്രാർത്ഥിച്ചു. ഹസ്കിയയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കേട്ടപ്പോൾ അല്ലാഹുവിന് അദ്ദേഹത്തോട് കരുണ തോന്നി. അന്നു രാത്രി പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവിന്റെ സന്ദേശമുണ്ടായി. ഹസ്കിയയുടെ ജീവൻ 15 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. അതിന് അത്തിപ്പഴത്തിന്റെ നീര് രാജാവിന്റെ കാലിലെ മുറിവിൽ തേച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു. കൂടാതെ രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും അല്ലാഹു വെളിപ്പെടുത്തി. പിറ്റേന്ന് പ്രവാചകൻ ഈ സന്തോഷവാർത്ത അറിയിക്കാൻ രാജാവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഇത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. അല്ലാഹു കൽപ്പിച്ചതുപോലെ രാജാവ് അത്തിപ്പഴത്തിന്റെ നീര് മുറിവിൽ തേച്ചു. എന്തൊരത്ഭുതം! മുറിവുകൾ പെട്ടെന്നു തന്നെ സുഖപ്പെട്ടു. രാജാവിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം നിലത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ക്ലേശിതരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിറ്റേ ദിവസം തന്റെ പടയാളികൾ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ട് സീനാരിബ് ഞെട്ടിപ്പോയി. പ്രവാചകനോട് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ അള്ളാഹു പ്രവർത്തിച്ചിരിക്കുന്നു. രാജാവും അയാളുടെ 5 കൂട്ടാളികളുമൊഴിച്ച് മറ്റൊരാൾ പോലും അവരിൽ ജീവിച്ചിരിപ്പില്ല. ഹസ്കിയ രാജാവ് അവരെ തടവിലാക്കി തന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. രാജാവ് സീനാരിബിനെയും കൂട്ടാളികളെയും 2 കൈയും പുറകിൽ കെട്ടി തൂണിൽ 70 ദിവസത്തോളം കെട്ടിയിട്ടു. എഴുപത് ദിവസത്തിനു ശേഷം അള്ളാഹു പ്രവാചകനോട് സീനാരിബിനെയും കൂട്ടാളികളെയും അവരുടെ രാജ്യത്തേക്ക് വിട്ടയക്കാൻ കൽപ്പിച്ചു. ഈ വിവരം രാജാവിനെ അറിയിച്ചപ്പോൾ ഉടൻ തന്നെ അവരെ വിട്ടയച്ചു. സീനാരിബ് തന്റെ രാജ്യത്തെത്തിയതിനു ശേഷം മന്ത്രിമാരെയും ഉപദേഷ്ടാക്കളെയും ഉൾപ്പെടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അയാൾ സംഭവിച്ചതെല്ലാം, സൈനികർ കൊല്ലപ്പെട്ടതും 70 ദിവസം അവരെ കെട്ടിയിട്ടതുമെല്ലാം അവരോട് പറഞ്ഞു. പുരോഹിതന്മാർ മുന്നോട്ട് വന്നുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, അവരുടെ ദൈവത്തെപ്പറ്റിയും പ്രവാചകനെപ്പറ്റിയും ഞങ്ങൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ താങ്കളത് ചെവിക്കൊണ്ടില്ല. മറ്റൊരാൾ പറഞ്ഞു, ആ രാജ്യത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. സീനാരിബ് ഇപ്പോൾ ശരിക്കും ഭയപ്പെട്ടു. വീണ്ടും പ്രവാചകന്റെ ദേശത്തെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. മാഷാ അല്ലാഹ്, ഈ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഹസ്കിയ ഒരു നല്ല രാജാവായതുകൊണ്ടാണോ അള്ളാഹു ഇത്രയധികം സഹായിച്ചത്? അതേ മോനെ, അദ്ദേഹം നല്ലൊരു മുസ്ലിമും അള്ളാഹുവിന്റെ വിശ്വസ്തനായ അനുയായിയുമായിരുന്നതുകൊണ്ടാണ് അത്. ഇനി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എങ്കിൽ പറയൂ, ഇസ്രായേലിനെ ആക്രമിച്ച രാജാവിന്റെ പേരെന്താണ്? ബാബിലോണിലെ രാജാവായ സിനാരിബ് അല്ലേ? അത് ശരിയാണ്. ഹസ്കിയായുടെ അസുഖം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കാലിൽ ഒരു വലിയ മുറിവായിരുന്നു. പ്രവാചകനോട് അള്ളാഹു എന്താണ് വെളിപ്പെടുത്തിയത്? ഹസ്കിയായുടെ മരണം അടുത്തിരിക്കുന്നുവെന്നും ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കണമെന്നും അള്ളാഹു പറഞ്ഞു. കൊള്ളാമല്ലോ. എന്നിട്ട് പിൻഗാമിയെ നിയമിച്ചോ? ഇല്ല. ഹസ്കിയ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുത്തുകയും ഇനിയും 15 വർഷം കൂടി ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. സീനാരിബും കൂട്ടാളികളും എങ്ങനെയാണ് ശിക്ഷിക്കപ്പെട്ടത്? അവരെ തൂണിൽ കെട്ടിയിട്ട് 70 ദിവസം പ്രദർശിപ്പിച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അവരെ ബാബിലോണിലേക്ക് മടക്കി അയച്ചു. സിനാരിബ് വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചോ? ഇല്ല. അവൻ അള്ളാഹുവിനെയും പ്രവാചകനെയും ഭയപ്പെട്ടു. അവൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല. മാഷാ അല്ലാഹ്, ഇന്ന് നീ പറഞ്ഞതെല്ലാം ശരിയുത്തരമാണ്. താങ്ക് യു ബാബ.